ഷാലോം ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മർത്താൻ മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് വളരെ വിശിഷ്ടയായ ഒരു വ്യക്തിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീയ സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സ്ഥാപക നേതാവായിരുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞേട്ടൻ്റെ മോള് സിസ്റ്റർ വെർജീനി ക്ലൂനി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. സിസ്റ്റർക്ക് മർത്താൻ മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സിസ്റ്റർ ക്ലൂനി സിസ്റ്റേഴ്സ് എന്നാണല്ലോ നിങ്ങളെ അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഞങ്ങളുടെ മഠം ഫ്രാൻസിൽ തുടങ്ങിയതാണ്. ഫ്രാൻസിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ക്ലൂനി. അപ്പം ഞങ്ങൾ അറിയപ്പെട്ടിരുന്ന ആദ്യമേ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന പേരിലാണ്. അപ്പോൾ ക്ലൂനി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ നോഷ്യേറ്റേഴ്സ് തുടങ്ങിയത്. അതുകൊണ്ട് ആ നാമത്തിൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് ഓഫ് ക്ലൂനി എന്ന് പിന്നീട് ഞങ്ങൾ അറിയപ്പെട്ടു തുടങ്ങി. ശരി. സിസ്റ്ററിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് ചെമ്പലമറ്റ. വീട്ടിലെ ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? സഹോദരങ്ങൾ? ഞങ്ങൾ 7 മക്കളാണ്. ഇപ്പോൾ അമ്മച്ചിയുണ്ട്. അമ്മച്ചി തറവാട്ടിലെ ഏറ്റവും ഇളയ ആങ്ങളെ ബെന്നിയുടെ കൂടെ. ബെന്നിയുടെ നേരെ മൂത്തവന് ചെമ്മലമറ്റത്ത് തന്നെയുണ്ട്. പിന്നെ മൂത്ത ആങ്ങള താമരശ്ശേരിയിൽ. പിന്നെ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ. 4 പെണ്ണുങ്ങളിൽ 3 പേരും ക്ലൂനി സിസ്റ്റേഴ്സ്. എൻ്റെ നേരെ മൂത്ത ചേച്ചിയെ പൂഞ്ഞാറ്റി കളപ്പുരയ്ക്കപ്പറമ്പ് കെട്ടിച്ചു. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള മൂലങ്കാവി സെയിൻറ്റ് ജൂഡ്സ് ചർച്ചിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ മഠം. സിസ്റ്റർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ കമ്മ്യൂണിറ്റിയുടെ ആനിമേറ്ററാണ്. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പാരീഷുമായിട്ട് മാതൃവേദിയുടെ ആനിമേറ്റർ. പിന്നെ അവിടെ ഇത് കൂട്ട് വനിതാ വിൻസെൻ്റ് പോളിൻ്റെ അതുണ്ട്, മേരി മാതാ കോൺഫറൻസ്, അതിൻ്റെ ആനിമേറ്റർ, പാരീഷ് കൗൺസിലെ അംഗം. ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഫാമിലി വിസിറ്റ് ആഴ്ച 2 ദിവസം കമ്പൽസറി. അതുകൂടാതെ ഞങ്ങൾ എവിടെ രോഗികളുണ്ടോ ആവശ്യമുണ്ടോ അതനുസരിച്ച് ഞങ്ങൾ എപ്പോഴും പോകും. പിന്നെ ഒരു സിസ്റ്റർ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് ഉള്ള ആളാണ്. സിസ്റ്റർ ഈ കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഈ കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാൻ എൻ്റെ മൂത്ത 2 ചേച്ചിമാരും ക്ലൂനി സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ അവരെ കണ്ടിരിക്കുന്നു. അവർ വരുമ്പം ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ മിഷൻ ലീഗിൻ്റെ രജത ജൂബിലി എറണാകുളത്ത് വെച്ച് അന്ന് എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഈ വൊക്കേഷൻ പ്രൊമോട്ടേഷനായിട്ട് എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും കോൺഗ്രിഗേഷൻ്റെ സഭയെക്കുറിച്ച് കാണിക്കുന്ന ഓരോ സ്റ്റോളുകളുണ്ട്. അന്ന് 12 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ക്ലൂനി സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോളിൽ നിന്ന് ലീഫ്ലെറ്റ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ക്ലൂനിയോട് അങ്ങനെ ചേച്ചിമാരുള്ളതുകൊണ്ടൊരു പ്രത്യേക ചായ്വുണ്ട്. ക്ലൂനി സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതനുസരിച്ച് അവർ ഈ മൂലങ്കാവും ഒരു സ്കൂൾ തുടങ്ങിയുണ്ടായി. അപ്പോൾ സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്കൊക്കെ അത് എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ പരിസരത്ത് ഒരുപാട് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, CBSE മറ്റ് സ്കൂളുകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് മൂലങ്കാവ്. എന്നിരുന്നാലും അവരുടെ സ്കൂൾ തുടങ്ങിയ ആ സമയത്ത് തന്നെ എല്ലാവരും അവരുടെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവിടാൻ അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റു മതസ്ഥർ പോലും അവരുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത് ഈ ക്ലൂനി സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ്. അവർ പറയുന്നത് ഈ ക്ലൂനി സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് എബിലിറ്റി, അതുപോലെ മറ്റ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആ സ്കൂളിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ മദറാണ് സിസ്റ്റർ വെർജീനി, കുഞ്ഞേട്ടൻ്റെ മോളാണ്. അപ്പോൾ ഈ 5 വർഷത്തോളമായിട്ട് ഇവിടെ മദറായിട്ട് തന്നെയാണ് സേവനം അനുഷ്ഠിച്ച് വരുന്നത്. മദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മദറിന് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും മദർ ആരോടും ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ മുഖം കറുപ്പിച്ചോ സംസാരിക്കുന്നത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. വളരെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സുസ്ഥിരമായ സേവനം. അത് രാവിലത്തെ കുർബാനയ്ക്ക് കോൺവെൻറ്റിൽ നിന്നും ഇവിടെ നടന്നു വരികയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ മിഷൻ ലീഗ് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് മദറുമായിട്ട് സംവാദങ്ങൾ നടത്തി. അതുകൊണ്ട് അവർക്ക് ഈ കുഞ്ഞേട്ടനെക്കുറിച്ച് വളരെ വ്യക്തമായും ആഴമായും ഒരു ബോധ്യമുണ്ടാകാൻ മദർ ഇവിടെ വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മറ്റ് ഭക്തി സംഘടനകളായ മാതൃവേദി,
വിൻസെൻ്റ് ഇപ്പോൾ ഈ മാതൃവേദിയുടെ ആനിമേറ്ററായിട്ട് മധുര ഇവിടെ വന്ന കാലം മുതൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മാതൃവേദി വളരെ രൂപതയിൽ തന്നെ വളരെ എടുത്തു പറയത്തക്ക വിധം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല ഒരു അനുഭവമാണ് മാതൃവേദിക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സിസ്റ്റർ വെർജീനിയാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും കൃത്യമായി അമ്മമാരെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമൊക്കെ മദർ വളരെ സുസ്ഥിരമായ സേവനം തന്നെയാണ് ഈ മുലങ്കാവ് ഇടവകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ ദൈവവിളി സ്വീകരിക്കാനിടയായ സാഹചര്യം ഒന്ന് പറയാമോ? ദൈവവിളി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ തന്നെ എപ്പോഴും ദൈവവിളിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് 4 വയസ്സുള്ളപ്പോൾ പള്ളിയിൽ പോയപ്പോൾ ഒരു ദിവസം അമ്മച്ചി പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പം അമ്മച്ചി പറഞ്ഞു എൻ്റെ ഈശോയെ എന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു മിഷനറി ആക്കണമേ എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാനത് പ്രാർത്ഥിച്ചു. ഇന്നും ചിലപ്പോൾ അറിയാതെ തന്നെ ആ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പ്രചോദനമായത് അമ്മച്ചിയായിരുന്നു? അങ്ങനെ തീർച്ച പറയത്തില്ല, അമ്മച്ചി അതിൻ്റെ വിത്ത് പാകി എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ അപ്പച്ചൻ്റെ ഓരോ പ്രവൃത്തികളും മിഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ കാണുന്നതും പിന്നെ മിഷൻ ലീഗിൽ അംഗമായപ്പോൾ തൊട്ട് ഞങ്ങൾ മാനുവൽ ബുക്ക് പൂരിപ്പിക്കുക, തീപ്പെട്ടി അരി ശേഖരിച്ച് പാവങ്ങളെ സഹായിക്കുക, തുണിപ്പിരിവിന് പോവുക, പിന്നെ പള്ളി പെരുന്നാൾ വരുമ്പം മിഷൻ ടിന്നുമായിട്ട് നടക്കും. അവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷനെ സഹായിപ്പിൻ. അപ്പോൾ ഓരോരുത്തരും വെച്ചുവാണിക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങളവിടെ ഇതും കിലുക്കിക്കൊണ്ട് നിൽക്കും മിഷനെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. വളരെ ചെറുപ്പത്തിലേ തന്നെ സിസ്റ്ററിന്റെ മനസ്സിൽ ഒരു മിഷണറി ആവുക എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? സിസ്റ്ററെ, കുടുംബത്തിലെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒന്ന് വിശദീകരിക്കാമോ? സന്ധ്യാപ്രാർത്ഥനയൊക്കെ നിർബന്ധമായിരുന്നു, എല്ലാവരും ചെല്ലുകയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് കൊച്ചു പിള്ളേർക്ക് ഒരു 2 വയസ്സോ 3 വയസ്സോ പ്രാർത്ഥിക്കാറാകുന്ന അന്നേരം തൊട്ട് അപ്പച്ചൻ എല്ലാവർക്കും ഓരോരോ സുഹൃദീപം കൊടുക്കും. അപ്പോൾ ഏറ്റവും മൂത്ത ചേച്ചിയുടെ പേര് അൽഫോൻസ എന്നാണ്, മാമുദിസ പേര്, വിളിക്കുന്നത് കൊച്ചുറാണി. അപ്പം കൊച്ചുറാണി ചേച്ചിക്ക് കൊടുത്ത ജപം എൻ്റെ ഈശോയെ സമസ്തവും അങ്ങേ പ്രതി, എന്നിട്ട് വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഒരു സ്വർഗസ്നായ നന്മ നിറഞ്ഞവരുമേ ത്രിത്വസ്തുതി. അങ്ങനെ രണ്ടാമത്തെ ചേച്ചിക്ക് വത്സമൻ ചേച്ചിക്ക് കൊടുത്തത് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വത്സമൻ ചേച്ചിയുടെ മാമുസ പേര് ത്രേസ്യ എന്നാണ്, അതുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇതുപോലെ മൂന്നാമത്തെ ആൾ സാവിച്ചു ഞാച്ചൻ സാവിയോ, അതിന് മറിയമേ നിനക്ക് സുസ്തി, അതിന് വിശുദ്ധ ഡോമിനിക് സാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓരോരുത്തരെ അവനവൻ്റെ വിശുദ്ധരെ വെച്ച്. സോബിയാമി ചേച്ചിയുടെ മാമുസ പേര് മരിയ സാർത്തോ എന്നാണ്. സാർത്തോ എന്ന് പറഞ്ഞാൽ 10ാം പിയൂസിൻ്റെ പേരാണ്. അതുകൊണ്ട് ഈശോ മറിയ യോസേപ്പെ എൻ്റെ ആത്മാവിന് കൂട്ടുണ്ടായിരിക്കണേ, വിശുദ്ധ 10ാം പിയൂസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. എൻ്റെ പേര് മാതാവിൻ്റെ വെച്ചുകൊണ്ടാണോ, എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ആശ്രമമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നേരെയുള്ള ജോഷിക്ക് അലോഷ്യസ് എന്നാണ് അവൻ്റെ പേര്. അപ്പം എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, വിശുദ്ധ അലോഷ്യസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഏറ്റവും ഇളയ ആൾ ബെന്നിക്ക് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് മാത്രം. അപ്പോൾ ഇളയ 2 മക്കൾക്കും വേറെ അഡീഷൻ ഇല്ലാതെ ഓരോ സൂര്യദേവം മാത്രം. അപ്പം നമ്മുടെ വീട്ടിൽ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സന്ധ്യപ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി സുഹൃദേവൻ ചെല്ലും. അതിപ്പോഴും ചെയ്യുന്നുണ്ടോ? അത് കൊച്ചുമക്കൾക്ക് വേറെ സുഹൃദേവം അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞങ്ങൾ വീട്ടിലൊക്കെ ചെല്ലുമ്പം, തറവാട്ടിലോ ആങ്ങളമാരുടെ വീട്ടിലോ എവിടെ ചെന്നാലും ഈ ഞങ്ങളുടെ ഈ ഫാമിലിയിലെ എല്ലാവരുടെയും സുഹൃദേവം അവർ ഓരോ പ്രാവശ്യം ചെല്ലുന്നുണ്ട്, അവരുടെ സുഹൃദേവം കൂടാതെ. അതൊരു വലിയ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇപ്പോഴും എല്ലാ വീടുകളിലും പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ സുഹൃദേവം പറഞ്ഞ് നമ്മളെ ഓർക്കുന്നു എന്നുള്ളൊരു വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരുന്നുണ്ട്. ഈ വ്യക്തികളുടെ കൂട്ടായ്മയാണ് കുടുംബം എന്നാണല്ലോ പറയുക. അപ്പോൾ ശരിക്കും സഹോദരങ്ങൾ സിസ്റ്റർ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? സഹോദരങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുപോലെയൊക്കെ നിന്ന് പ്രവർത്തിച്ചു. പ്രത്യേകിച്ചും മിഷൻ പ്രവർത്തനത്തിനാണെങ്കിൽ മൂത്ത ചേച്ചിമാരെല്ലാം മിഷൻ ലീഗിൻ്റെ ഓരോരോ ഭാരവാഹിത്വം വഹിച്ചു. എൻ്റെ നേരെ മൂത്ത ചേച്ചിയാണെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഇളയ ആങ്ങളെ ജോഷിയും ചെറുപ്പത്തിൽ, പക്ഷേ ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു മിഷൻ ലീഗിൻ്റെ സ്ഥാനമൊന്നും വഹിക്കാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഓരോരുത്തരും ഓരോ സ്ഥാനം വഹിച്ചു. അപ്പോൾ ഇതുപോലെ പിരിവിന് പോകാൻ എല്ലാം. പിന്നെ ഏറ്റവും ഇത് അമ്മച്ചിയുടെ പ്രവൃത്തികൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പാവങ്ങളെ സഹായിക്കുന്നത് അപ്പച്ചനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചന് ഈ മിഴിയാറും പ്രവർത്തനമായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അമ്മച്ചിയാണല്ലോ വീട്ടിൽ നിൽക്കുന്നത്. അപ്പം പാവങ്ങൾ വരുന്നവർക്ക് കൊടുക്കുന്നത്, ഇപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ പോലും നല്ല സാധനം ചിലപ്പോൾ എടുത്ത് കൊടുക്കുന്ന കണ്ട് ഞങ്ങളിങ്ങനെ അഡ്മയർ ചെയ്തിട്ടുണ്ട് അമ്മച്ചിയുടെ പ്രവർത്തനം. ശരിക്കും അമ്മച്ചി മക്കൾക്ക് നല്ലൊരു പ്രചോദനം. നല്ലൊരു ഇതായിരുന്നു. അതുപോലെ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതവും
അതൊത്തിരി പ്രാർത്ഥനയിൽ വളർത്താനായിട്ട് സിസ്റ്ററിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പച്ചൻ പ്രാർത്ഥിക്കും, അത് ശരിയാണ്. പക്ഷെ നമ്മൾ കൂടുതലും ചെറുപ്പത്തിൽ അമ്മച്ചിയായിട്ടാണ്, കാരണം അപ്പച്ചൻ എപ്പോഴും പ്രവർത്തനമായിട്ട് പുറത്തായിരുന്നു. അതെ, ഞാനിപ്പോൾ ചോദിക്കാൻ വന്ന അതായിരുന്നു. കുഞ്ഞേട്ടനെ കുറിച്ച് വായിച്ചിട്ടുള്ളപ്പോഴൊക്കെ കണ്ടേക്കുന്നത് അധിക സമയം വീട്ടിലുണ്ടാവാറില്ല, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ അമ്മച്ചി എങ്ങനെയായിരുന്നു 7 മക്കളെയൊക്കെ ശുശ്രൂഷിച്ച് കൊണ്ടുനടന്നിരുന്നത്? അഫ്കോഴ്സ് മക്കളെല്ലാവരും തന്നെ കുസൃതി കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടി ഓടി നടക്കും. പക്ഷേ അപ്പച്ചൻ വന്ന് കയറുമ്പോഴേ അമ്മച്ചി പറഞ്ഞ്, ഓ എനിക്കിപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വന്നു കഴിയുമ്പം പിന്നെ ഞങ്ങളെല്ലാം കുറേയും കൂടെ നല്ല പിള്ളേരാണ്. അപ്പം അധികം വഴക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അമ്മച്ചിയുടെ നിന്ന് വഴക്ക് കിട്ടിയ ഒരു പേടിയും ഇല്ലായിരുന്നു താനും. ശരി, അമ്മച്ചി എപ്പോഴും അമ്മച്ചി അടുത്തുള്ള ആളാണല്ലോ. കുഞ്ഞേട്ടൻ ശരിക്കും വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ എങ്ങനെയായിരുന്നു മക്കളോടൊക്കെ സംസാരിക്കാനും ഒക്കെ ഇടപഴകാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടോ? കാരണം എപ്പോഴും എഴുത്തായിരിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഒത്തിരി എഴുതുന്നയാളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എഴുതുന്നയാളൊക്കെയാണ്, എന്നാലും പകലൊക്കെ അങ്ങനെ എല്ലാവരുടെയും വിവരം അന്വേഷിക്കുകയും. അപ്പം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണെങ്കിൽ അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ബുക്കും പൊതിഞ്ഞ് പേരും എഴുതി നീറ്റായിട്ട് ഭയങ്കര ചിട്ടയോടെ തരും. പക്ഷേ എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ എപ്പോഴും കാണണമെന്നില്ല. ഉള്ള ഓർമ്മ എനിക്കുണ്ട്. ഈവൻ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ പോലും അപ്പച്ചൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞ് തരുന്ന ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അപ്പച്ചന് യാത്ര കഴിഞ്ഞ് മടുത്തായിരിക്കുമല്ലോ വരുന്നത്. പ്രത്യേകിച്ചും അവധിക്കാലങ്ങളിൽ ഞങ്ങൾക്ക് മിക്കവാറും കളികളാണ്, അടിച്ചേച്ചോട്ടം, പറമ്പ് മുഴുവൻ ഓട്ടം. ആ സമയത്ത് അമ്മച്ചി ഞങ്ങളെ കൊണ്ട് അത് ഒച്ച വെപ്പിക്കാല. കാരണം അപ്പച്ചൻ പകൽ ഇച്ചിരി റെസ്റ്റ് എടുക്കും, രാത്രി മുഴുവൻ എഴുതുന്ന ആളായതുകൊണ്ട് ഞങ്ങളെ ദൂരോട്ട് ഓടിക്കുമായിരുന്നു. അടുത്തിരുന്ന് കളി അപ്പച്ചനെ ശല്യപ്പെടുത്താൻ വേണ്ടി അമ്മച്ചി അധികം സമ്മതിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വരദാനമാണ് സെൻറ്റ് ജോസഫ് ഓഫ് ക്ലൂനി സിസ്റ്റേഴ്സ്. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ പറ്റി എടുത്തു പറയേണ്ട പല പല മേഖലകളുണ്ട്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സുദീർഘമായ സേവനം എടുത്തു പറയാതിരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞങ്ങളുടെ ഇടവകയിലുള്ള മുഴുവൻ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ഓരോരോ വ്യക്തികളെ കണ്ട് കൗൺസിലിംഗ് നടത്തി ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു കർത്തവ്യം. അതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന മറ്റൊരു മേഖലയാണ് മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രയത്നിക്കുന്നത്. രാവും പകലും ഇല്ലാതെ മറ്റു കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ കുടുംബങ്ങളിലുള്ള മക്കളുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരികയും ആ രീതിയിലുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സഹോദരി എന്ന നിലയിലും ഒരമ്മ എന്ന നിലയിലുമാണ്. ക്ലൂനി സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരെ മറ്റൊരു കോൺവെൻറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു 4 മതിൽക്കെട്ടിനുള്ളിലോ അല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു അംഗമായി ഞങ്ങൾ സഹവസിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ സിസ്റ്റേഴ്സുമായി ഞങ്ങൾ താരതമ്യം ചെയ്യുന്നത്. കുഞ്ഞേട്ടൻ ശരിക്കും അൽഫോൻസാമയായിട്ട് ഒത്തിരി അടുപ്പമുണ്ടായിരുന്ന ഒത്തിരി അനുഭവങ്ങളുള്ള ഒരാളാണല്ലോ. പക്ഷേ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം സിസ്റ്റർക്ക് എന്തോരം പ്രചോദനമായിട്ടുണ്ട്? ചെറുപ്പം മുതലേ അൽഫോൻസാമയുടെ കാര്യങ്ങൾ വളരെ കേട്ടിരിക്കുന്നു. അപ്പച്ചൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ പെങ്ങൾ സിസ്റ്റർ റീത്ത അൽഫോൻസാമയുടെ നോഷ്യേറ്റിൽ ഒരുമിച്ച് ചെയ്തയാളാണ്. അപ്പം തീർച്ചയായിട്ടും വേണമെങ്കിൽ ഫാമിലി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കാണും. അത് കഴിഞ്ഞ് ഭരണങ്ങാനത്ത് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ വീടും ഭരണങ്ങാനത്തിന് തൊട്ടടുത്ത് അമ്പാറയാണ്. അപ്പോൾ പള്ളി വരുന്നതൊക്കെ ഭരണങ്ങാനത്താണ്. അപ്പോൾ അപ്പച്ചനൊക്കെ പള്ളി വരുമ്പോൾ എന്നും പാലൊക്കെ കൊടുത്തു വിടുന്നതാണ് പറയുന്നത്. കാരണം മഠത്തിൽ തൊട്ടടുത്താണ്. അപ്പോൾ പിന്നെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അന്നേരം അൽഫോൻസാമ റൂമിൻ്റെ അടുത്താണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അൽഫോൻസാമ രോഗിണിയാന്നുള്ള വിവരം അറിഞ്ഞു ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും പോയി അൽഫോൻസാമയെ കണ്ടു. അന്നേരം അൽഫോൻസാമ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, കുട്ടി സുഹൃത്തിയപ്പം ചൊല്ലി കൊടുക്കുക, എന്നിട്ട് ചാമ്പങ്ങയൊക്കെ പെറുക്കി കൊടുക്കുന്നു. ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ കേട്ടാണ് ഞങ്ങൾ വളരുന്നത്. പിന്നെ അമ്മച്ചിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പെങ്ങളെ കാണാൻ ചെന്നു. പെങ്ങളെ കാണുമ്പോൾ അൽഫോൻസാമയുടെ മുറിയിലിരുന്നാണ് കാപ്പി കൊടുത്തത്. ഒന്നെങ്കിൽ പെട്ടിപ്പുറത്ത് വെച്ചു, അല്ലെങ്കിൽ പെട്ടിപ്പുറത്ത് ഇരുന്നു. ഇത് അങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അൽഫോൻസാമയുടെ. കാരണം അൽഫോൻസാമയുടെ കട്ടിൽ ആ കയറുന്ന കാഴ്ചമുറിയുടെ അവിടെ തന്നെയായിരുന്നു, തൊട്ടടുത്ത്. അപ്പോൾ അങ്ങനെ നല്ല പരിചയമുണ്ട്. സിസ്റ്റർ അൽഫോൻസാമയുടെ ചാത്തമുട്ടിന് പോയതും അന്നത്തെ അനുഭവങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടോ? ഒന്ന് പങ്കുവെക്കാമോ? അതിനെക്കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ഒരു പെങ്ങളെ കെട്ടിച്ചിട്ടുള്ളൂ. അവരും 3 സിസ്റ്റേഴ്സാണ്. ആ മൂത്ത മോള് തങ്കമ്മ എന്ന പേര് ഉണ്ടായി ഒരു
9 വർഷം വരെ ജീവിച്ചു. പക്ഷേ ഒരു 1.5 വയസ്സ് കൊച്ചിൻ്റെ മുഴുപ്പേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ പലാട്ടൂന്ന തറവാട്ടിലാണ് നിന്ന് വളർന്നത്. അപ്പം അൽഫോൻസാമ്മയ്ക്ക് അറിയാമായിരുന്നു ഈ കൊച്ചിനെയും കൊണ്ടുള്ള ബുദ്ധിമുട്ട്. പള്ളിയിൽ പോകുന്നില്ല. അത് കഴിഞ്ഞേച്ച് അപ്പച്ചൻ്റെ പെങ്ങൾ ആൻറ്റി പേരപ്പൻ്റെ കൂടെ ജോലി സ്ഥലത്തായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, അന്നമ്മ എന്ന പേര്, അന്നമ്മേ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നിനക്ക് മിടുമിടുക്കം ചെറുക്കന്മാരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായതെല്ലാം ആണുങ്ങൾ, 8 ആണുങ്ങളാണ്. പിന്നെ അവിടെ പെണ്ണുങ്ങളെ ഇല്ല. അത് കഴിഞ്ഞ് അൽഫോൻസാമ്മ മരിച്ച് 9-ാം ദിവസമാണെന്ന് തോന്നുന്നു. 8-ാം ദിവസം ഈ കൊച്ചും മരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് അൽഫോൻസാമ്മ കൊണ്ടുപോയതാണെന്ന് തന്നെ പറഞ്ഞു. അതിൽ പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരും അൽഫോൻസാമ്മയുടെ ആദ്യത്തെ ചരമവാർഷികം തൊട്ട് ഇന്ന് വരെ എല്ലാവരും ഭരണങ്ങാനത്ത് ജൂലൈ 28-ന് കൂടും, പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തും. പിന്നെ എല്ലാ കുടുംബങ്ങളിലെയും ആദ്യത്തെ കൊച്ചുണ്ട്. ഇപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി കൊച്ചുറാണി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ മാമോസ പേര് മരിയ അൽഫോൻസ. അപ്പച്ചൻ്റെ അനിയൻ്റെ മോള് മരിയ അൽഫോൻസ മരി. ഇങ്ങനെ ഓരോ എല്ലാ കുടുംബങ്ങളിലും ഒരു അൽഫോൻസ ഉണ്ട് താനും അന്ന് തൊട്ടേ. ശരി. അൽഫോൻസാമ്മയുടെ പേരിനോട് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് മുതലേ അല്ലേ? സിസ്റ്ററിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? വ്യക്തിപരമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ഉണ്ടല്ലോ. അതുകൂടാതെ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോരോ നിയോഗങ്ങൾ വെച്ച്, കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ അസുഖങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ ഇടവകയുടെ ഓരോ ഇതായിരിക്കാം, എന്നതേലും പ്രത്യേക ഓരോ നിയോഗം വെച്ച് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എന്നതേലും പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള രാത്രിയിലാണെങ്കിലും എഴുന്നേറ്റ് 3 മണിക്കുള്ള പ്രാർത്ഥനയിലും മേഴ്സി റോസറിയിലും എന്ന് പറഞ്ഞാൽ ആവശ്യം എന്ന് കാണുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കും. അല്ലാത്തപ്പം പ്രത്യേക നിയോഗങ്ങൾ വെച്ചിട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? പക്ഷെ പ്രാർത്ഥിക്കാതെ നമ്മളിപ്പോൾ ഒരു ക്യാഷ്വലായിട്ട് ഒരു സംഗതി ചെയ്യാൻ പോവുക, ആ പ്രാർത്ഥിക്കാതെ പോയി അന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നിക്കും. ഇന്ന് ഞാൻ ഈശോയോട് പറയാതെയാണോ വന്നേ, അങ്ങനെ ഒരു തോന്നൽ. അതുകൊണ്ട് എന്നും ഈശോയോട് പറഞ്ഞേച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷമമില്ല. ചെറുപ്പം മുതലേ ഉള്ള ശീലമാണോ അത്? ഈശോയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ശനിയാഴ്ച എൻ്റെ പേര് വെർജിൻ എന്നാന്ന് പറഞ്ഞാലും ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം മോള് പള്ളിയിൽ പോകുന്നൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലും എന്തോ ഈശോയുടെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 9-ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, എനിക്ക് എപ്പോഴും ജലദോഷമുള്ള കൂട്ടത്തിലായിരുന്നു. ഈ ചുമ്മാ തുമ്മുമ്പം ഹച്ചി എന്ന് വെക്കും. ഞാൻ ഓർത്ത് എന്തിനാ ഈ ഹച്ചി എന്ന് വെക്കുന്നേ, ഈശോയെ വിളിക്കാൻ മേലെ അന്ന് തൊട്ട് ഞാൻ ഈശോ ആ രീതിയിൽ. അപ്പോൾ ഓൾക്കൊരുത്തർ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ മനസ്സിൽ തുമ്മുമ്പോ ഈശോ എന്ന് പറയും. തുമ്മുമ്പ് ഈശോ എന്നുള്ളത്. ശരി. സിസ്റ്റർക്ക് ശരിക്കും സിസ്റ്ററുടെ ആത്മീയ ജീവിതത്തിൽ മഠത്തിൽ വരുന്നതിന് മുൻപ് ശരിക്കും നമുക്കൊരു ആത്മീയത നമ്മളിലേക്ക് വളർത്തിയ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടാവുമല്ലോ, ആത്മീയമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കൂടുതൽ തോന്നുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും തന്നെയാണ്. പിന്നെ അപ്പച്ചൻ്റെ പ്രസംഗങ്ങൾ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, അപ്പച്ചൻ നല്ല ഭംഗിയിലാണ് പ്രസംഗിച്ചത്, പക്ഷെ എന്നാലും അതിനകത്തെ ആശയം എൻ്റെ മനസ്സിൽ കിടന്നത് ഇതാണ്. ഇങ്ങനെ പറഞ്ഞു, ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഉപമയായിട്ടാണ് പറഞ്ഞത്. ഇപ്പം കത്തി ജ്വലിച്ചിരിക്കുന്ന ഒരു ഗ്ലോബിലോട്ട് ഒരു തുള്ളി വെള്ളം വീണാൽ അത് പൊട്ടിപ്പോകുന്നു. നല്ലൊരു ഇരുമ്പ് കഷ്ണത്തിലോട്ട് വീണാലോ അത് സ്വയം ഇല്ലാതെയായി പോകുന്നു, വെള്ളം കാണാൻ പറ്റുന്നില്ല. എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ ഒരു ചേമ്പലയിലോട്ട് രാവിലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു, വെള്ളത്തുള്ളി കിടക്കും. അത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നേ കാണാം, പവിഴം പോലെ. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതം സ്വയം നശിപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് ഈ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വെട്ടിത്തിളങ്ങാനുള്ളതെന്ന് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അഗാധമായിട്ട് കിടക്കും. ശരിക്കും കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഇൻസ്പിറേഷൻ സിസ്റ്ററുടെ ആത്മീയ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടല്ലേ? മാതാപിതാക്കള് ശരിക്കും ഒരു മാതാപിതാക്കൾ തന്നെയായിരുന്നു ഈ കാര്യത്തിൽ അല്ലേ? സിസ്റ്ററിന്റെ പഠന കാലയളവിനെ കുറിച്ച്, അന്നത്തെ കൂട്ടുകാരെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? 1 തൊട്ട് 4-ാം ക്ലാസ് വരെ ചമലവട്ടത്ത്, അന്ന് ചമലവട്ടത്തെ 4-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ലിറ്റിൽ ഫ്ലവർ സ്കൂള്. പിന്നെ അത് കഴിഞ്ഞ് 1.5 കിലോമീറ്റർ ദൂരെയാന്ന് തോന്നുന്നു കാളകെട്ടിയിൽ അച്ചാമ്മ മെമ്മോറിയൽ ഹൈസ്കൂൾ. 10-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അപ്പച്ചൻ എന്നാണേലും ബോർഡിങ്ങിൽ വിട്ടു ഭരണങ്ങാനത്ത് സെൻറ്റ് മേരീസ് സ്കൂളിൽ. അപ്പോൾ അവിടെ ആയിരുന്നപ്പം കൂടുതൽ പ്രാർത്ഥനയ്ക്കും ഏത് പ്രവർത്തനങ്ങൾക്കും മിഷൻ ലീഗിൻ്റെയൊക്കെ ആണെങ്കിലും ഭരണങ്ങാനം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മീറ്റിങ്ങുകൾ, വാർഷികം എന്തിനാണേലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൈ ആദ്യം പോകുന്നു സിസ്റ്റേഴ്സ് പറഞ്ഞു കേൾക്കാം. മറ്റോടത്ത് പിന്നെ വീട്ടിൽ ചോദിച്ചേച്ച് പോകണം. ഇവിടെ ആയതുകൊണ്ട് ആര് പോകുമെന്ന് ചോദിക്കുമ്പോഴേ ആരോടും ചോദിക്കുന്നില്ല, ചാടി പോകും. പിന്നെ ആണെങ്കിലും ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആദ്യമേ ബോർഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചെന്നെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രയാസമായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച എന്നെ കൊണ്ടുപോയി വിട്ടു, വെള്ളിയാഴ്ച അപ്പച്ചൻ എന്നെ കാണാൻ വന്നു, പിറ്റത്തെ ആഴ്ച വന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂസിൽ എപ്പോഴും അപ്പച്ചൻ്റെ ഒരു സാമീപ്യം കൂട്ടത്തിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അപ്പച്ചൻ നെക്സ്റ്റ് ഡോറിൽ ഇരിപ്പുണ്ടെന്നറിയാം എനിക്ക്, മാതൃഭവൻ. എന്നാലും നമ്മൾ കാണുന്നില്ല, പക്ഷെ എന്നാലും വന്ന് കാണും. അത് കഴിഞ്ഞിട്ടുള്ള പഠനം? അത് കഴിഞ്ഞിട്ട് ഞാൻ അരുവിത്തറ കോളേജിൽ പഠിച്ചു, PDC. ആ സമയത്താണ് ഇങ്ങനെ, ഓഫ് കോഴ്സ് ഞാൻ മഠത്തിൽ പോകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. ചേച്ചിമാർ കാണുമ്പോൾ അവരെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. 10 കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വേഗം മഠത്തിലോട്ട് വേഗം ഇല്ലയെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ജീവിതം ഒന്ന് കണ്ട് വേഗം ഒന്ന് തീരുമാനിച്ചേച്ച് പോകാമെന്നുള്ള രീതി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അന്നേരം ഞാൻ ഓർത്തു ഇനി ഏതായാലും മഠത്തിൽ പോകാനുള്ള ഏകദേശം എൻ്റെ ഉറപ്പായി. അത് കഴിഞ്ഞപ്പം ജൂലൈ 28 എനിക്കറിയാം അൽഫോൻസാമ്മയുടെ പെരുന്നാളാണ്. അവിടെ പോകുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ ചോദിക്കും, നീ എന്നാ എടുക്കാൻ പോവാന്ന്. അതിനൊരു ഉത്തരം കൊടുക്കണം എന്നോർത്തുകൊണ്ട് എൻ്റെ മൂത്ത ചേച്ചി അന്ന് ഡാർജിലിങ്ങിലാണ്. ഞാനൊരു എഴുത്തെഴുതി ചങ്ങനാശ്ശേരി ഞങ്ങൾക്ക് പടമുണ്ട്, 71 വന്നതാണ്. ക്ലൂനി സിസ്റ്റേഴ്സിനെ എന്നാണ് അവിടെ ക്ലൂനിയിലോട്ട് എന്നാണ് പിള്ളേരെ എടുക്കുന്നത്, അതിനൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടേ ഉള്ള വിവരം എല്ലാം അന്വേഷിച്ചുകൊണ്ട് ഒരു വലിയൊരു ലെറ്റർ എഴുതി. ആ ലെറ്റർ ചേച്ചിക്ക് കിട്ടുന്ന 26 പുള്ളി ഈശോയുടെ അടുത്തെന്ന് പറഞ്ഞ് എന്നാ ചെയ്യാൻ ഒരു വിവരവും ഇല്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുതിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ റിപ്ലൈക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഉത്തരം കൊടുക്കണം. 28 രാവിലെ ഞാൻ നോക്കിയപ്പം അന്ന് അപ്പച്ചൻ്റെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം 2 ക്ലൂനി സിസ്റ്റേഴ്സ് രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും എടുത്തില്ല, ഒരു 7-7:15 അതിന് മുമ്പേ 2 ക്ലൂനി സിസ്റ്റേഴ്സ് രാവിലെ കയറി വരുന്നു വീട്ടിലോട്ട്. അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്കതൊരു അത്ഭുതവും ദൈവം കാണിച്ചൊരു അടയാളം മാതിരിയായി. ദൈവവിളി ഉണ്ടോ അങ്ങനെ. പക്ഷേ എന്നാലും ഞാൻ എന്നിട്ട് ഉടനെ കാപ്പിയൊക്കെ കൊടുത്തേച്ച് അപ്പച്ചൻ വണ്ണങ്ങാനത്ത് തലേ ദിവസമേ പോയി. കാരണം ഭയങ്കര തിക്കും തിരക്കിലും അപ്പച്ചന് യാത്ര ചെയ്യാൻ മേലാത്തതുകൊണ്ട് തലേ ദിവസം മാതൃഭവനിൽ പോയി. ഞാൻ ഇവരെയും കാപ്പി കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ടുപോയി. പോയ വഴിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മഠത്തിൽ പിള്ളേരെയൊക്കെ എടുത്തോ എങ്ങനെയാണെന്നൊക്കെ വിവരം ചോദിച്ച് എനിക്ക് വരണം എന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ അപ്പച്ചനെ കാണുമ്പോൾ പറഞ്ഞേക്കരുതേ, കാരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നടുത്ത് പോകാൻ തീരുമാനിച്ചു എന്നുള്ളത്. പോകണം എന്ന് പറയുന്നല്ലാതെ തീരുമാനിച്ചു എന്ന്. അത് കഴിഞ്ഞേച്ചു ചേച്ചിയുടെ എഴുത്ത് വന്നു. എഴുത്ത് വരുമ്പോഴാണ് ബാക്കി വീട്ടിലുള്ളവരെല്ലാവരും അറിയുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നില്ല ഇങ്ങനെ പോകണമെന്ന്. അവർ എഴുത്ത് വായിച്ചെന്ന് എനിക്ക് മനസ്സിലായി, ഞാനും വായിച്ചു. എന്നിട്ട് എന്നാ പ്ലാനെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ മഠത്തിൽ പോകാൻ പോവാന്ന് അമ്മച്ചിയോടും ചേച്ചിയോടൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ അപ്പച്ചൻ വന്നപ്പം വിവരം പറയണമല്ലോ, അപ്പച്ചനും എഴുത്ത് വായിക്കും. ഞങ്ങൾ അപ്പച്ചൻ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ കെട്ട് എഴുത്തുണ്ട് വീട്ടിൽ. അപ്പോൾ ഓരോ ഡേറ്റ് അനുസരിച്ച് എഴുതി വെക്കുന്നത്. ഞാൻ എന്നെ കാണിച്ചു, കൊച്ചുരാഞ്ചേച്ചിയുടെ എഴുത്ത് മാത്രം കൊണ്ടേ അടിയിൽ വെച്ചു. അപ്പച്ചൻ വരുമ്പോഴേ എഴുത്ത് പൊട്ടി വായിക്കുമല്ലോ. എന്നിട്ട് ഞങ്ങൾ കുടിക്കാൻ കൊടുക്കും. ഞാൻ എന്നിട്ട് നാരങ്ങാവെള്ളവും കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വിവരം പറഞ്ഞു. അത് കഴിയുമ്പോൾ എഴുത്ത് വായിക്കുന്നത് എനിക്കറിയാൻ മേലേ. അങ്ങനെ മഠത്തിൽ പോകുന്ന വിവരം പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് യാതൊരുവിധ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനെ പറഞ്ഞില്ല. അപ്പച്ചൻ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് എഴുതണമെന്ന് പറഞ്ഞു. അപ്പച്ചന് ഒഫീഷ്യലായിട്ട് തന്നെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞതൊന്നും അപ്പച്ചൻ കണക്കാക്കിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അപ്പച്ചൻ എഴുതിപ്പിച്ചു, ഇങ്ങനെ ചേരാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറഞ്ഞു. എഴുതി അന്നേരം റിപ്ലൈ വന്നു. ഓഗസ്റ്റ് 31 അങ്ങോട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നവംബർ 10 എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് മുമ്പേ ചേരണമെന്ന് ചോദിച്ചു. ഞാനതൊന്നും പറഞ്ഞില്ല, ചേരണം എന്നൊന്നും. എന്താണേലും കുഴപ്പമില്ല, കാരണം എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായി. ആ വർഷം അത് ഞങ്ങളുടെ മഠ സ്ഥാപകയുടെ 200ാം ജന്മദിനമായിരുന്നു. മദർ ജനിച്ച 1779 ഫ്രഞ്ച് വിപ്ലവ കാലത്ത്. ഞാൻ ചേരുന്ന 1979. അപ്പോൾ 200 വർഷത്തിൻ്റെ. അവരന്ന് തീരുമാനിച്ചു ആ വർഷം 20 കാൻഡിഡേറ്റിനെ എടുക്കുന്നു. ഈ 200 സെൻറ്ററിയുടെ വെച്ച് 20ാമത്തെ ആളെ നവംബർ 10 എടുക്കുന്നു. അവർ മഠത്തിൽ തീരുമാനിച്ചായിരുന്നു. ഭാഗ്യവശാൽ 19 പേരെയും കിട്ടിയിട്ട് അവരും ഇരിക്കുമായിരുന്നു. 20ാമത്തെ ആൾ ഞാനായിരുന്നു. അപ്പോൾ അന്ന് വളരെ ആഘോഷമായ ദിവ്യബലിയും കൾച്ചറൽ പ്രോഗ്രാം. ആ ദിവസത്തിലാണ് ഞാൻ നല്ലൊരു ദിവസത്തിൽ ക്ലൂനി ചെന്ന് ചേർന്നു. സിസ്റ്റർ, ഈ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഞങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന കുഞ്ഞേട്ടനെക്കുറിച്ചും കുഞ്ഞേട്ടന് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള പ്രചോദനങ്ങളെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ശരിക്കും ഇത് കേട്ടപ്പോൾ പ്രാർത്ഥനകൾ ഉയരുന്ന പ്രദേശത്തിൻ്റെ ദേവാലയമായിരിക്കണം കുടുംബം എന്നത് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ശരിക്കും അന്വർത്ഥമായതായിട്ട് തോന്നി. ശരിക്കും ഷാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റർ ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഇനിയും ഞങ്ങൾക്ക്
ക്ലൂനി കോൺഗ്രിഗേഷനെ കുറിച്ചും സിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.